ഇതിനിടയ്ക്ക് വേറെ ചില യാത്രകളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ആ യാത്രകളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് തോന്നും ആ യാത്രകൾക്കൊന്നും സ്വീകരണമല്ല ലഭിച്ചത്, യാത്രയപ്പാണ് ലഭിച്ചത് എന്ന് നമുക്ക് ആ യാത്ര കണ്ടാൽ നമുക്ക് തോന്നാറുണ്ട്. ഇത് കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യാത്രയാണ്. കേരളത്തിന് ചിലർക്കൊക്കെ യാത്രയപ്പ് നടത്താനുള്ള ഇലക്ഷനാണ് ഇനി വരാനിരിക്കുന്നത്. കേരളത്തിന് ഒരു പുതിയ ഭരണത്തെ നേടിയെടുക്കുവാനുള്ള ഇലക്ഷൻ കൂടിയാണ് വരാനിരിക്കുന്നത്. അത് UDFന്റെ ഇലക്ഷനാണ്. UDF ഒറ്റക്കെട്ടാണ്, സർവസജ്ജമാണ്. മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ UDFന്റെ എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും ഐക്യവും കെട്ടുറപ്പും നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം നമുക്ക് വലിയ വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞു. അത് UDFന്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം മൂലമാണ്. നമുക്കൊരു കാര്യം വ്യക്തമാണ്, UDF എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുത്തിട്ടുള്ള ചരിത്രമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് UDF മാർക്ക് ചെയ്തിരിക്കുന്നു. UDF അത് നേടിയെടുക്കുക തന്നെ ചെയ്യും എന്ന് മാത്രം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.